നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ആരൊക്കെ പൊങ്ങി വന്നു, ആരുടെ ഗ്രാഫാണ് ഉയർന്നത്, ആരുടെ ഗ്രാഫാണ് താഴ്ന്നത്, നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തൂക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൂക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മാസമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വൗ എന്ന് പറയുന്ന ഒരു വൗ ഫാക്ടർ ഒന്നും ഇന്നത്തെ ദിവസങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഒരാള് ഇന്നത്തെ ദിവസം തൂക്കിയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ കുറച്ച് പേര്, ഒരു 4-5 പേര് നല്ല രീതിയിലുള്ള സ്ക്രീൻ സൈസ് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചെടുത്തത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും. അതുമല്ല ഇന്ന് നടന്ന തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരെന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയുള്ള സാധനങ്ങൾ പറയാം. തുടക്കം തന്നെ രന ഫാത്തിമയുടെ ഗ്രാഫിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നുകൊണ്ട് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഇപ്പോൾ രന ഫാത്തിമയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. സ്ക്രീൻ സൈസ് വളരെ കുറവാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് സ്ക്രീൻ സൈസ് വളരെ കുറവായിട്ട് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ പറയുന്ന ഏതാണ് നമ്മുടെ ടാസ്കിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. പെണ്ണുങ്ങളിൽ 1-2 പേരില്ലെങ്കിൽ അതിലൊന്ന് ഒരു രന ഫാത്തിമയായിരുന്നു. വെറും 19 വയസ്സില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ അവിടെ എന്ത് ചെയ്യണം, ഒരു തേങ്ങ എടുക്കാതെ അവിടെ ഉറങ്ങി കുത്തി ഇരിക്കുകയാണ്. അവിടെയൊക്കെ അപേക്ഷിച്ച് രന ഫാത്തിമ സൂപ്പർ ആയിരുന്നു. പക്ഷെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്നലത്തെ പോലെ തന്നെയാണ്, വലുതായിട്ട് ഉയർന്നിട്ടില്ല. അഭിഷേകിന്റെ കേസും ഈ എടുത്തു പറയാനൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് നമുക്കൊരു വൗ ഫാക്ടർ ആണോ അങ്ങനെ വെച്ചാൽ, പക്ഷെ സ്ക്രീൻ സൈസിൽ കുറച്ച് ഒരു സ്ക്രീൻ സൈസ് ഉണ്ടായിരുന്നു. ഇന്ന് രണാസുണയുമായിട്ടുള്ള ഒരു ഫൈറ്റിനകത്ത് വെച്ച് കുറച്ച് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു എന്നുള്ളതല്ലാതെ വലിയൊരു ഗ്രാഫ് ഉയർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെ വന്നത് അനീഷിന്റെ കാര്യം എടുത്തു പറയണം. നമുക്ക് എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഏറ്റവും കൂടുതൽ ഒരു സ്ക്രീൻ സൈസ് കൊണ്ടുപോയത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അനീഷായിരിക്കും. അനീഷ് കൊണ്ടുകൊടുക്കുന്ന കണ്ടന്റുകൾ, ഇടുന്ന കണ്ടന്റുകൾ കുറച്ച് വിഡിധരമായിട്ടും ചെറിയ മെന്റൽ പോലെയൊക്കെ നമ്മൾ തോന്നുമെങ്കിലും സ്ക്രീൻ സൈസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. പലപ്പോഴും പല കണ്ടന്റുകളുടെയും തുടക്കം ഈ പറയുന്ന അനീഷിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനോടൊപ്പം അനീഷിന് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുകയും മറ്റുള്ളവർക്കും അതൊരു അവസരമായി എടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അനീഷ് തന്നെയായിരുന്നു. പിന്നെ കണ്ടന്റ്, ഈ കൊണ്ടുവരുന്ന കണ്ടന്റിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വൗ എന്ന് പറയാൻ പറ്റും. ഇത് കണ്ടന്റ് ക്വാളിറ്റി ഇല്ല, മണ്ടത്തരങ്ങളാണ് പലതും വിളിച്ചു പറയുന്നത്. ഒരേ സംഭവം തന്നെ പല ആവർത്തി പറഞ്ഞ് ബിഗ് ബോസിനെ വരെ ഇറിറ്റേറ്റ് ചെയ്തു. ഇന്ന് ഷാനവാസിന്റെ അടുത്ത് പറയുന്നത് ഇവൻ ചതിയനാണ്, അതുകൊണ്ട് ഇവന്റെ എല്ലാ തുണിയും പിടിച്ചു വാങ്ങി വെക്കണം എന്നുള്ള രീതിയിലുള്ള സംഭവം. പിന്നെ കുറെ മണ്ടത്തരങ്ങൾ കൊണ്ടൊരു കണ്ടന്റ് ഉണ്ടാക്കി സർവൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനീഷിനെ തോന്നിയത്. അതുകൊണ്ട് ഈ ഇടയ്ക്കൊന്നും ഔട്ടാവുന്നില്ല. എന്തായാലും പുള്ളി അവിടെ കാണും എന്നുള്ളതാണ്. ഒരു കപ്പടിക്കാനുള്ള ഒരു വിന്നിംഗ് മെറ്റീരിയൽ വെച്ചാൽ ഒരിക്കലുമല്ല എന്ന് ഞാൻ പറയും. RJ ബിൻസി ഫസ്റ്റ് ദിവസങ്ങളിൽ RJ ബിൻസിയുടെ ഈ പറയുന്ന കുറച്ച് തീപ്പൊരി സംസാരിക്കാൻ അറിയാം, കയറി വരും എന്നൊക്കെ ഞാൻ കരുതി. പിന്നെ 2 ദിവസം വളരെ ഡൗൺ ആയിരുന്നു. പക്ഷെ ഇന്ന് ഷാനവാസുമായിട്ടുള്ള ഒരു ഫൈറ്റ്, ഈ ഷാനവാസുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷാനവാസ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഇതിന്റെ ഇടയിലൊക്കെ കളിച്ചത് അഫ്കർ ഖാനാണ്. അഫ്കർ ഖാൻ വളരെ കുക്കട്ടായിട്ടുള്ള തമ്മിലടിപ്പിക്കാനൊക്കെ വളരെ വിദഗ്ധനാണ്. അതൊരു സൂപ്പറായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അതിനൊക്കെ വേണ്ടി തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഈ ഷാനവാസ് ആയിക്കോട്ടെ, അപ്പാനി ശരത്ത് ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷെ ഇവര് ഒരുമിച്ച് നടക്കണമെങ്കിൽ പരദൂഷണമല്ല പറയുന്നത്, ഇവര് ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പെണ്ണുങ്ങളെ അപേക്ഷിച്ച്, പെണ്ണുങ്ങൾ അവിടെ നിന്ന് നീ ഏത് ലിഫ്റ്റ് കിട്ടിക്കുന്നു, നിനക്ക് വെളിയിൽ റിലേഷൻ ഉണ്ടോ, മറ്റതുണ്ടോ, നിനക്ക് പിന്നീട് ഇവിടെ ആരെങ്കിലും വേണം, ആ രീതിയിലുള്ള ടോക്കാണെങ്കിൽ അവിടെ ഈ ഗെയിമിനെ കുറിച്ച് അവരെങ്ങനെ ഔട്ടാക്കാം, നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കാം, അവരെങ്ങനെയാണ് അങ്ങനെയുള്ള ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നത് മെയിൻ ആയിട്ട് ഈ 2 പേരാണ്, അപ്പാനി ശരത്തും ഈ പറയുന്ന അഫ്കർ ഖാൻ. അപ്പോ അഫ്കർ ഖാന്റെ അടുത്ത് ഈ പറയുന്ന നമ്മുടെ ഷാനവാസ് എന്ന് പറയുന്നു, ഞാൻ അന്ന് ഉറങ്ങിയില്ല, ഞാൻ പിന്നീട് അഭിനയിച്ചതാണ് എന്നുള്ള ഒരു പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് നമുക്കറിയാം. അന്ന് ഈ പറയുന്ന ഷാനവാസിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മുടെ ജിസയിൽ എന്തുമാത്രം ശ്രമിച്ചു എന്ന്, എന്തുമാത്രം മെനക്കെട്ടിട്ടാണ് ഈ പറയുന്ന ഷാനവാസം ഒന്ന് ഉണർന്ന് തന്നെ കിട്ടിയത്. അപ്പൊ അവിടെ വലിയൊരു പച്ചക്കള്ളം പറയുന്നു. അതുപോലെ എനിക്ക് ഈ 3 പേരെയും വിശ്വാസമില്ല എന്നും പറയുന്നു. ഇത് നേരെ അഫ്കർ ഖാൻ ഒരു ശകുനിയുടെ മൈൻഡോട് കൂടി പതുക്കെ ചെന്ന് ഈ പറയുന്ന ബിൻസിയുടെ അടുത്ത് പറയുന്നു. അത് അവർക്ക് വലിയ ഹെട്ടാവുന്നു. അവർ തമ്മിൽ അങ്ങോട്ട് വലിയ അടിയാവുന്നു. കാരണം അത് ന്യായീകരണമുണ്ട്. ന്യായീകരണം വെച്ചാൽ അവര് ബിൻസിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ അവിടെ ജിസയില് വളരെ
എന്ത് പറയാം, വളരെ പിന്നീട് ഇതായിട്ട് ഈ ഈ ഷാനവാസിന് വേണ്ടി, ഷാനവാസ് ഉറങ്ങിപ്പോകും, മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് അങ്ങേർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കരുതിക്കൊണ്ട് ഈ പറഞ്ഞ ജിസേൽ നല്ല രീതിയിൽ ഉറക്കം എണീറ്റിരുന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ അവരെയൊക്കെ ഒരുമാതിരി ചീറ്റ് ചെയ്യുന്ന രീതിയിലായിപ്പോയി ഷാനവാസിന്റെ ആ ഒരു പ്രസ്താവന എന്നുള്ളതാണ്. ഇനി അവിടെ ഈ ബിൻസിയുമായിട്ടുള്ള അടിയിൽ ബിൻസിനെ ആദ്യം എടിയെന്ന് വിളിക്കുന്നു. അപ്പൊ ബിൻസി പറയുന്നുണ്ട്, എന്നെ എടിയെന്ന് വിളിക്കാൻ അങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഷാനവാസ് വളരെ പോയിട്ട് ശരി ഓക്കെ സോറി എന്ന് പറയുന്നു. അതിനുശേഷം ബിൻസി കിട്ടുന്ന നല്ല രണ്ടുമൂന്ന് കൊട്ടു കൊടുക്കുന്നുണ്ട്. ബിൻസി ഒരിക്കൽ ഡോ എന്ന് വിളിക്കുന്നുണ്ട്. പറയും നീ എന്നെ ഡോ എന്ന് വിളിക്കണ്ട, അത് എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. താനെന്ന് വിളിക്കുന്നത് നീ താനെന്ന് വിളിക്കണ്ട. അപ്പൊ ഈ അന്ന് എടിയെന്ന് വിളിക്കുമ്പോൾ ബിൻസിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഷാനവാസ് അപ്പൊ തന്നെ മാപ്പ് പറഞ്ഞു. അതിനുശേഷം രണ്ടെണ്ണം അവളെ തന്നെ എടുത്തു. ഈ പെണ്ണുങ്ങൾക്ക് നീ താൻ പോടോ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ എടിയെന്ന് വിളിച്ച പ്രശ്നമാണ്. അപ്പൊ അത് ഒരു കാർഡായിട്ടേ ഞാൻ കരുതത്തുള്ളൂ. എടിയെന്ന് വിളിച്ചാൽ അതൊരു കാർഡായിട്ടേ, പെണ്ണിനെ എടിയെന്ന് വിളിക്കാൻ പാടില്ല. അത് സത്യം പറഞ്ഞാൽ അതൊരു വുമൺ കാർഡ് ആണായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതും ഒരു വുമൺ കാർഡിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് ഇവിടെ സത്യം പറഞ്ഞാൽ വലിയൊരു ചതി എന്ന് വെച്ചാൽ അത് വളരെ അവരെയൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞത് ശരി, ഓക്കെ, നമുക്ക് ആരെയും പരസ്പരം വിശ്വാസം വരത്തില്ല, എന്ത് വേണം. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, പിന്നീട് ഉറങ്ങാതെയാണ് ഇരുന്നെന്ന് പറയുമ്പോൾ അവർ പാവം ഈ പറയുന്ന എന്താണ് ഇത്രയും ഉറക്കം വിളച്ചിരുന്ന് നിങ്ങളെ നോക്കിയത് വെറുതെ ആയില്ലേ. അതാണ് ജിസേൽ തക്രാറിന്റെ കേസ്. ഇന്നത്തെ പോലെ തന്നെ ഇന്നും ഗ്രാഫ് വലുതായിട്ട് ഉയർന്നില്ലെങ്കിലും കുറെ സ്ക്രീൻ പ്രൈസ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ജിസേലിന്. ഇന്ന് ടാസ്കിലൊക്കെ കുറച്ച് എന്താണ് പറയുക, ഈ പറയുന്ന കോയിനിലൊക്കെ കരസ്ഥമാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇന്ന് ഈ എന്ത് ചെയ്തു, ബാഡ്ജ് നഷ്ടപ്പെട്ടല്ലോ. ബാഡ്ജ് ആർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു, നമ്മുടെ നെവിന് കൊടുക്കേണ്ടതായിരുന്നു. അതിനുശേഷം തന്റെ മേക്കപ്പ് സാധനങ്ങളും തന്റെ തുണികളൊക്കെ പോയപ്പോൾ വളരെ കൺട്രോൾ വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മെന്റലായി അവിടെ ഉള്ളവരെല്ലായിടത്തും കയറി കയർക്കുന്നത് കണ്ടു. അത് ഒരു എന്താ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അതൊരു എന്തായിരുന്നു, ഒരു ഡിബേറ്റ് ആയിരുന്നു. അതിൽ സംസാരിക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ നെവിൻ സൂപ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നെവിൻ സൂപ്പറായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ ബാഡ്ജ് ആർക്ക് കിട്ടി, നെവിന് കിട്ടി. അപ്പൊ അതിന്റെ പരിവം നിങ്ങളൊക്കെ എന്നെ ചീറ്റ് ചെയ്തു, നിങ്ങൾ ചതിച്ചു, എനിക്ക് മലയാളം അത്ര ഫ്ലുവന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരാണ് അവിടെ സംസാരിച്ചത്, അവന് നെവിൻ നല്ല രീതിയിൽ സംസാരിച്ചത്, അവന് ബാൻഡ് കിട്ടി. നിങ്ങൾ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കാൻ വേറെ പോയിന്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ മലയാളം സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നു, ആദ്യം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു, കുറച്ച് ഡ്രസ്സേ വെച്ചുള്ളൂ. വീണ്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, വീണ്ടും കൊണ്ടുവയ്ക്കാൻ പറയുന്നവള് വീണ്ടും എന്ത് ചെയ്യുന്നു, കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ടും ഇപ്പൊ രാത്രി ഞാൻ കണ്ടില്ല എന്താണ്, ലിപ്സ്റ്റിക്, വീണ്ടും നമ്മളെ ലിപ്സ്റ്റിക് ഉണ്ട്, ആ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത്, അതും നാളെ പണിയാവും എന്നുള്ളതാണ്. അതായത് 2 പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ട് വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു. അപ്പാനി ശരത്തും ഈ പറയുന്ന ആ ഒരു ഗ്രാഫ് എന്താണ് ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഉയർന്നെന്നോ താഴ്ന്നെന്നൊന്നും പറയില്ല, ആ ഒരു ലെവലിൽ തന്നെയാണ് അപ്പാനി ശരത്ത് പോകുന്നത്. ഇന്ന് കുറച്ച് സ്ക്രീൻ പ്രൈസ് ഉണ്ടായിരുന്നു. ഈ രണാസുനയുമായിട്ടുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന നമ്മുടെ അക്ബറുമായിട്ടുള്ള ഗൂഢാലോചനകളായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലും അപ്പാനി ശരത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ടാസ്കിലൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അടുത്ത ബിന്നി സെബാസ്റ്റിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ട് ഒനിയൻ സാവ് പറഞ്ഞത്, ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷമാണ് ബിന്നി സെബാസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. ബിന്നിയാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും അവിടെ അടുക്കള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു സ്ക്രീൻ സ്പേസ് വരികയും എല്ലാവരുടെ കയറി അഭിപ്രായം പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു വിഷമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ബിന്നിയെ കുറിച്ച്. പക്ഷെ നല്ല ഗെയിം സ്പിരിറ്റ് ഉള്ള, ഗെയിമിനെ കുറിച്ച് അവയർനെസ് ഉള്ള, ഇന്ന് തന്നെ ഈ പറയുന്ന ആളടുത്ത് അക്ബറിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മാവ്, നിങ്ങൾ അവിടെ പോയി പിന്നെ പണിപ്പുരയെ പോയി എടുക്കുമ്പോൾ ആലോചിക്കുക, ഒരു നേരത്തെ ആഹാരത്തിനേ ഉള്ളൂ, നിങ്ങൾ അതിലിപ്പോ അങ്ങനെ ഒരു കൺസേൺ ഉള്ള ഒരു പെൺകൊച്ചാണ്. പക്ഷെ ഇവര് വിചാരം ഇവളെ എല്ലായിടത്തും ഓടി നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, അഫ്ഗർ ഖാനെ കുറിച്ച് പറയണ്ട. അഫ്ഗർ ഖാൻ ഇന്നലത്തെ ഒരു വാക്കിന് ശേഷം, അതായത് എന്താണ്, ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷം ഇന്ന് ഈ പറയുന്ന ആരുമായിട്ട്, രണാസുനയുമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നൊരു ഫൈറ്റ് നടക്കുന്നു. അവിടെയൊക്കെ അഫ്ഗർ ഖാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ എന്റെ ഉമ്മയെ പിടിച്ചെന്ത് ചെയ്തു, എനിക്ക് പറഞ്ഞ തെറ്റായെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഉമ്മയെ പിടിച്ച ആണയിട്ട് ഞാൻ മാപ്പ് ചോദിച്ചു. അതിനുശേഷം നീ എന്തിന് ഇവിടെ വന്ന് ഇപ്പൊ ഒരു വുമൺ കാർഡ് ഇറക്കുന്നു, നീ എല്ലാ സ്ത്രീകളുടെയും പിന്നീട് അവകാശം നീ എടുക്കണ്ട, എല്ലാ സ്ത്രീകളുടെയും പ്രതിനിധിയായിട്ട് നീ വരണ്ട എന്നുള്ള രീതിയിൽ ഈ പറയുന്ന രണാസുനയുടെ വുമൺ കാർഡും ഈ പറയുന്ന വിധവാ കാർഡെല്ലാം പൊളിച്ചലക്കി കൊടുത്തിട്ടുണ്ട് അഫ്ഗർ ഖാൻ. പിന്നെ എല്ലാ മേഖലയിലും ഗെയിമിലും നമ്പർ 1 ആണ്, എല്ലാ ഗെയിമിലും ഫസ്റ്റ് ഫിസിക്കൽ അത്ര ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഗെയിമിലും
നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഗെയിമിൽ ഫസ്റ്റ് അഫ്ഗർ ഖാൻ തന്നെയായിരുന്നു. ഈ ടോക്സിസിറ്റി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ അനുമോള് പറഞ്ഞിട്ട് എനിക്ക് അവനെ കണ്ട പേടിയാണ്, അഫ്ഗർ ഖാനെ കണ്ട പേടിയാണ്, പുള്ളി എന്നെ നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ആ രീതിയിൽ ഒരു ഭയം, ഒരു പേടി മറ്റുള്ള കണ്ടസ്റ്റന്റ് നിന്ന് കൊണ്ട് വരുത്തി തീർക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട് അക്ബറിന്. മനസ്സിലായോ? അതായത് ഈ അക്ബർ എല്ലായിടത്തും പോയി സംസാരിക്കും, ഗെയിം പ്ലാൻ ചെയ്യും, ആരിടത്തും വിട്ടുകൊടുക്കില്ല. അവന് മെയിനായിട്ട് പുള്ളി ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷാജഹാനാണ്. ഷാനവാസിനെയാണ്. ഷാനവാസിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി അപ്പാനി. അവർ രണ്ടും അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരു സ്ക്രീൻ സ്പേസ് ഇന്ന് കൊണ്ടുപോയും ഗെയിമിലായിക്കോട്ടെ എല്ലാത്തിനും ഇന്ന് നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുക അഫ്ഗർ ഖാൻ എന്ന് പറയും. ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് ആര് കൊണ്ടുപോകും ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അഫ്ഗർ ഖാൻ എന്ന് പറയാം. ഓക്കെ, അനിമോളും വലിയ രീതിയിൽ ഗ്രാഫൊന്നും താഴ്ന്നില്ല. ഇന്നും കുറെ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണാസുനയുടെ വഴക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഈ പറയുന്ന അനിമോളാണ് വിളിച്ച് പറയുന്നത്, നീ എന്തോ പറഞ്ഞു, പക്ഷെ വിധവാ കാർഡ് എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയല്ല, അങ്ങനെയൊന്നും പറയാതെ തെറ്റാണ് എന്ന് ആദ്യം രണാസുനയെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചത് അനിമോളാണ്. ഓക്കെ, എന്നാലും സ്ക്രീനിൽ എല്ലായിടത്തും അനിമോളുടെ പ്രസന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആര്യൻ കത്തോരിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലത്തേക്ക് അപേക്ഷിച്ച് കുറച്ച് ഗ്രാഫ് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇതിലാവട്ടെ അതായത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്ലേസിൽ ഈ ടാസ്കിൽ വന്നത് ആര്യൻ കത്തോരിയായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി പോലെ ഇന്നത്തെ പിന്നെ ഡിബേറ്റ് ടാസ്കിലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടും ആര്യൻ കത്തോരിയുടെ ഗ്രാഫ് മെയിലായിട്ടുണ്ട്. ഷാനവാസ് ഷാനുവിന്റെ ഗ്രാഫ് ഇപ്പൊ ഓരോ ദിവസം കഴിയുന്നതും ഗെയിം പ്ലാനുകൾ നടത്തുന്നുണ്ട്, സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുറെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. ഇന്ന് പറഞ്ഞ പോലുള്ള കള്ളങ്ങൾ, ആ രീതിയിലുള്ള കള്ളങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷാനു എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഷാനവാസ് ഷാനു ഒരിക്കലും ഈ അഫ്ഗർ ഖാന് ഏറ്റവും നല്ലൊരു എതിരാളിയാണ്. അഫ്ഗർ ഖാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ആദിലാൻ നൂറ പ്രത്യേകിച്ചൊന്നും പറയല്ല, ഇന്നത്തെ പോലെ തന്നെയായിരുന്നു, ഗ്രാഫ് താഴോട്ട് തന്നെയാണ്. ഷാരിക ഇന്നത്തെ ഒരു ഡിബേറ്റിന്റെ റാണിയായിരുന്നു, ഹോട്ട് സീറ്റിന്റെ രാജകുമാരിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഡിബേറ്റിൽ ആദിലാൻ നൂറയുടെ ഫ്രണ്ടിൽ തോൽക്കേണ്ടതായിട്ട് വരുന്നു. എന്തോ ശ്വാസം വിടാതെ എന്തോ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷെ ജയിച്ചത് ആദിലാൻ നൂറയായിരുന്നു. ഗ്രാഫ് താഴോട്ട് തന്നെ. നെവിന്റെ കേസ് എടുത്തു പറയണം. വാഴയായി നിന്ന നെവിൻ ഇപ്പൊ ഒരു എന്റർടൈനറായി എന്ത് ചെയ്തു, വളർന്നു വരുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തമാശകൾ പറഞ്ഞ് ചെറിയ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തി എല്ലായിടത്തും പ്രസന്റ് ആയിട്ട് നിൽക്കുകയും ഈ പറയുന്ന ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ലെവലിൽ ഈ മറ്റുള്ളവരെയൊക്കെ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ഗെയിം കൊണ്ടുവന്ന് പുതിയൊരു എന്റർടൈൻ ഫാക്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന പ്രേക്ഷകരെയൊക്കെ ചിരിപ്പിച്ച് ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിൽ ഈ പറയുന്ന നെവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാഫ് നല്ല രീതിയിൽ നെവിന്റെ മുകളിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത നമ്മൾ രണാസുനയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്കിൽ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. പിന്നെ സംസാരങ്ങൾ ഇപ്പൊ രണാസുനയുടെ ഒരു പ്രസന്റ് വരുന്നത് ഇതുപോലുള്ള ഡിബേറ്റ്, അതായത് ഇന്നത്തെ ഫൈറ്റിൽ എന്താണ് ഈ പറഞ്ഞ നമ്മുടെ എന്ത് ചെയ്ത് എന്നെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഒരു ഫൈറ്റ്, ആ സമയത്ത് കുറെ ഇങ്ങനെ അടക്കിയെങ്കിലും ഈ പറയുന്ന ആവർത്തിച്ചിട്ടുള്ള ഒരു എന്താണ് ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോഴേ, ഈ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ വിളി വന്നപ്പോൾ രണാസുന ഒന്നും ചെയ്യേണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു വിധവകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, പിന്നീട് ഞാനൊരു സ്ത്രീത്വത്തെ അപമാനിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം ഒരിടത്തിരുന്ന് മൗനമായിട്ട് ഒരു 5 മിനിറ്റ് കരഞ്ഞിരുന്നുവെങ്കിൽ അതിന് പകരം ചുമ്മാ കിടന്ന് ഈ പറഞ്ഞ ഈ ഒരു കാർഡ് ഇറക്കിയതിൽ നെഗറ്റീവായിട്ട് വരാനേ ചാൻസ് ഉള്ള. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇതുപോലെ വഴക്ക് ആരെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം ഇല്ല, പ്രത്യേകിച്ച് ഒരു ഗെയിം രണാസുനയ്ക്ക് ഇല്ല എന്നുള്ളത്. ഒരു ഗെയിം വരണം എന്നുള്ളതാണ്. ഒനിയൽ സാബുവിന്റെ കേസ് പറഞ്ഞാൽ കുറച്ച് ഇന്നത്തേക്ക് അപേക്ഷിച്ച് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പുറത്തു വന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗ്രാഫ് വളരെ താഴെയായിരുന്നു, ഇപ്പോൾ ശകലം മുകളിലിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. മുൻഷി രഞ്ജിത്തും കുറച്ച് പൊങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയില്ല, എത്ര പൊങ്ങിയാലും അത്രയൊക്കെ ഉള്ളൂ. സാഹിത്യ സന്തോഷം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയൊക്കെ എന്തൊക്കെ പറയുന്ന വല്ലപ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട്, വേറെ ഒന്നും ഇല്ല. പിന്നെ കലാഭവൻ സരികയായിക്കോട്ടെ, ഒനിയൻ സാബു ആയിക്കോട്ടെ, സാഹിത്യ സന്തോഷം ആയിക്കോട്ടെ, ഇവരൊക്കെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് മറ്റവർക്ക് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇതായിരുന്നു ഇന്നത്തെ റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.